ഹായ്, എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് രാത്രിക്ക് ഒരു ഡിഷ് ഉണ്ടാക്കാം. ഒരു സൂപ്പർ, എൻ്റെ ഒരു ഫേവറേറ്റ് സാധനമാണ് കേട്ടോ. എനിക്ക് കുറേ ഫേവറേറ്റ് ഉണ്ട്. അതിലൊന്നാണ് ഉരുളക്കിഴങ്ങ്, അതായത് ബേബി പൊട്ടറ്റോ. ഞാൻ കുറേ കാലത്തിന് മുമ്പ് കഴിച്ചിട്ടുണ്ട്, ആഫ്റ്റർ മാരേജ്. എന്നിട്ട് കഴിഞ്ഞ് കുറേ ഇതായിട്ട് ഞാൻ കഴിച്ചിട്ടില്ല ഈ സംഭവം. നാട്ടിലുള്ളപ്പോൾ എപ്പോഴും കഴിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ വൈകുന്നേരം 2-3 ദിവസമായിട്ടോ ഇത് വാങ്ങി വെച്ചിട്ട്. പിന്നെ വൈകുന്നേരം കടയിൽ നിന്ന് വരുന്ന വഴിക്ക് വണ്ടിയിൽ കണ്ടതാണ്, ടൗണിൽ നിന്ന്. അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. പിന്നെ ഇവിടെ ഈ സാധനം ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവരെ വിചാരം എന്ന് വെച്ചാൽ പൊട്ടറ്റോൻ്റെ വേസ്റ്റാണ്, ചെറുതാണ്, മൂക്കാത്തതാണ്. പക്ഷെ ബേബി പൊട്ടറ്റോ ഞാൻ അവിടെ നിന്ന് കഴിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ കാണലില്ല ഞാൻ. അങ്ങനെ കണ്ടപ്പോൾ നമുക്ക് ഊട്ടി അടുത്തല്ലേ, ഊട്ടിയിൽ നിന്ന് വന്ന സാധനമാണ്. അങ്ങനെ വണ്ടിയിൽ കണ്ടപ്പോൾ കിലോ 20 രൂപ പറഞ്ഞപ്പോൾ വാങ്ങിയതാണ്. അപ്പം ഉണ്ടാക്കുന്നത് 2-3 ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട്. പക്ഷെ എന്താ അറിയോ, ഇവിടെ വേറെ എന്തെങ്കിലും കറി ഉണ്ടാവും. ഒരു കറി ഉള്ളപ്പോൾ അതിൻ്റെ ഒപ്പം ഉണ്ടാക്കിയാൽ പിന്നെ ഇത് വേസ്റ്റ് ആയി പോകും. അല്ലെങ്കിൽ ഇത് കഴിക്കും, മറ്റേ കറി വേസ്റ്റ് ആവും. അങ്ങനെ ആവൂലേ, അതുകൊണ്ട് ഉണ്ടാക്കിയില്ല. അപ്പോൾ ഇന്ന് നമുക്ക് രാത്രിക്ക് ഒരു രസം മാത്രമേ ഉള്ളൂ. കുറച്ച് മത്തൻ കറിവിട്ട് വെച്ചത് കുറച്ച് ഇത്തിരിയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ മണിക്കുട്ടി ഉണ്ട്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു 5 പേരുണ്ട്. അപ്പോൾ തികയില്ല. അപ്പോൾ എന്തായാലും ഈ സാധനം കുറച്ചെടുത്ത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു, ഫ്രൈ ആയിട്ട്. എന്തായാലും ഇത്രയൊക്കെ മതിയെന്ന് വിചാരിക്കുന്നുണ്ട്. ബാക്കി നമുക്ക് വേറെ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കാം. ഇത് ഞാൻ കഴുകാൻ പോവാണ്. നല്ലപോലെ ഇതിൽ മണ്ണും ഇതൊക്കെ പൊടിയൊക്കെ ഉള്ളതല്ലേ, അപ്പം നല്ലവണ്ണം കഴുകണം. മീൻകുട്ടി ഇതിൻ്റെ ഭംഗി കണ്ട് ഇങ്ങനെ നിൽക്കുക. സത്യം പറഞ്ഞാൽ എനിക്കൊക്കെ എന്താ പറയുക, ഫേവറേറ്റ് സാധനമാണ് കിഴങ്ങ്. സ്കൂൾ പഠിക്കുന്ന സമയം എന്ന് കിഴങ്ങ് ഉപ്പേരുണ്ടെങ്കിൽ ഞങ്ങൾ ചോദിക്കും. എനിക്കൊരു അനിയത്തിയാണ്, അപ്പം അങ്ങനെയാണ് ഞങ്ങൾ കൊണ്ടുപോകും. പക്ഷെ മീൻകുട്ടി നേരെ തിരിച്ചാ, വലിയ ഇഷ്ടമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഈ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലോണം കഴിക്കും. പിന്നെ കിഴങ്ങ് എന്താണ് അവിയലും സാമ്പാറിലും അങ്ങനെ കറികളിൽ നിന്ന് കഴിക്കും. പക്ഷെ ഉപ്പേരി മീനും അങ്ങനെ കഴിക്കാറില്ല. ഇന്നത്തേത് ഇവർക്ക് ഇഷ്ടപ്പെടില്ലെന്ന് എനിക്കറിയില്ല കേട്ടോ. പക്ഷെ എനിക്ക് എന്തായാലും ഭയങ്കര ഇഷ്ടമാണ്. ഉണ്ടാക്കി കൊടുത്തു നോക്കാം, എന്നാലും അറിയില്ല ഇവർക്ക് ഇഷ്ടപ്പെടുകയില്ലേ. ഇവർ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ കഴിക്കാൻ പോകുന്നത്. പിന്നെ ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് ആണ് ഇങ്ങനെ വായും പൊളിച്ച് നിൽക്കുന്നത്. അയ്യോ, കാണാൻ നല്ല രസമല്ലേ, ഇങ്ങനെ ക്യൂട്ടായിട്ടുണ്ടല്ലോ. അതുകൊണ്ടാണ് അവിടെ അങ്ങനെ നിൽക്കുന്നത്. ഞാനൊരു 3 പ്രാവശ്യത്തെ നല്ലോണം കഴുകിയിട്ടുണ്ട് കേട്ടോ. നല്ല വൃത്തിയായിട്ടുണ്ട്, നല്ല വെളുത്തിട്ട് നല്ല ഭംഗിയായി സുന്ദരി കുട്ടികളായിട്ടുണ്ട്. അപ്പോൾ ഈ സുന്ദരക്കുട്ടന്മാരെയും കുട്ടികളെയും ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും വെള്ളവും വെച്ച് ഒരു 2 അല്ലെങ്കിൽ 3 വിസിൽ. 3 അധികം ആവാൻ ചാൻസ് ഉണ്ട്. ഞാൻ 2 ആക്കിയിട്ട് നോക്കിയിട്ട് നമുക്ക് വെന്തിട്ട് എടുക്കാം കേട്ടോ. ഇതിൽ കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഞാൻ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കുന്നുണ്ട്. ഇത്രയും വെള്ളം വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ അടച്ച് ഒരു 2 വിസിലാക്കി നോക്കട്ടെ. വേവ് കുറവാണെങ്കിൽ ഒന്നുകൂടി ആക്കോട്ടെന്ന് വെച്ചാൽ ഞാൻ പണ്ട് എൻ്റെ അമ്മ ഉണ്ടാക്കിയിരുന്ന കടിച്ചാണ് ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കുന്നതായിട്ട് സാധനം. അപ്പോൾ നമുക്ക് ഈ സംഭവം വളരെ സിമ്പിൾ ആട്ടോ ഉണ്ടാക്കാൻ. സാധനങ്ങളൊക്കെ ഞാൻ നന്നാക്കിയിട്ടുണ്ട്. കുറച്ച് ചെറിയ ഉള്ളി, വെളുത്തുള്ളി, കുറച്ച് ഇഞ്ചി. വെളുത്തുള്ളി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കാം, പക്ഷേ ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ വെളുത്തുള്ളിക്ക് ഇത്തിരി വില കൂടുതലാണ്, അതുകൊണ്ട്. പിന്നെ ഇത്തിരി കറിവേപ്പിലയും വലിയ ജീരകമാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നമ്മളൊരു ജാറിലിട്ട് നല്ലോണം പേസ്റ്റാക്കി എടുക്കാൻ പോകുന്നു. ഞാനിത് അരച്ചെടുക്കട്ടെ. അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ആ പെരുംജീരകം അങ്ങനെ അരിഞ്ഞില്ല, ഒന്ന് പൊടിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കിഴങ്ങ് മിക്സിലാവുന്നുണ്ട്. ഈ പേസ്റ്റ് ഞാൻ ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഇനി കുറച്ച് മസാല പൊടികളും കൂടി നമുക്ക് റെഡിയാക്കാൻ എടുത്ത് വെക്കാനുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് വെക്കട്ടെ. കിഴങ്ങ് വെന്തിട്ടോ, 3 വിസിലാണ് ആക്കിയത്. നല്ലോണം വെന്തിട്ടുണ്ട്. ഞാൻ കാണിച്ചതാ, കൈ കൊണ്ട് അമർത്തിയതാ, ചൂടാണ്. ഇത്രയൊക്കെ വെന്തിട്ടുണ്ട്. അപ്പം ഇങ്ങനെ ഇത്ര ആവുമ്പോൾ നമ്മൾ ഒന്ന് തണുത്തിട്ട് വേണം അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സാധനം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള പണി എന്ന് പറയുന്നത് ഇതാണ്. എനിക്ക് ഇഷ്ടമില്ലാത്ത പണികളിൽ വെളുത്തുള്ളി തൊലി കളയുക, ചെറിയ ഉള്ളി തൊലി കളയുക, അങ്ങനത്തെ സംഭവം എനിക്ക് തീരെ ഇഷ്ടമല്ല, ക്ഷമയില്ലാത്ത കാര്യമാണ്. അതൊക്കെ ഞാൻ അമ്മയെ ഞാൻ ഏൽപ്പിക്കുക. ഇനി ഒരു ലക്ഷം മാത്രമേ ഞാൻ എടുക്കുകയുള്ളൂ. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ തോല് മൊത്തം ഇങ്ങനെ തൊലിയൊക്കെ കളഞ്ഞിടും. ഒന്ന് ചൂടാവും. ഇതിലേക്ക് ഒഴിച്ചിങ്ങനെ ഇതിലേക്ക് ഒഴിച്ചിടട്ടെ. എന്നിട്ട് നമുക്ക് കളഞ്ഞു. ഞാൻ ഇതിലേക്ക് ഊറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ചോറ് ഊറ്റുന്ന ഈ സാധനത്തിലേക്ക് നല്ല ചൂടാണേ. ഞാൻ എടുത്ത് നോക്കട്ടെ. കിട്ടുന്നുണ്ട്. ഒന്നുകൂടി തണുത്താൽ നമുക്ക് സുഖമായിട്ട് എടുക്കാം. ഇത് കൈ ചെറുതായിട്ട് മഞ്ഞപ്പൊടി ഇട്ടതാണ് കേട്ടോ. മഞ്ഞ കളറ്. മഞ്ഞപ്പൊടി ഇടുന്നത് നല്ലതല്ലേ ഏത് പച്ചക്കറികൾ വേവിക്കുമ്പോഴും. അപ്പോൾ അതാ നമ്മളെ സാധനം കിട്ടി. എനിക്ക് ഉരുളക്കിഴങ്ങ് വെറുതെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ ഉപ്പൊക്കെ ഇട്ടുകൊണ്ടൊന്ന് കഴിച്ചോക്കട്ടെ. ഉപ്പ് കുറവാട്ടോ, ഉണ്ടാക്കുമ്പോൾ ഒന്നുകൂടി ഉപ്പിടേണ്ടി വരും.
ചൂട് ചൂട് ചൂട്. ഓ എന്നാൽ ഇതൊന്ന് തണുക്കട്ടെ, നമുക്ക് അപ്പോഴേക്കും വൃത്തിയാക്കി എടുക്കാം. കിഴങ്ങൊക്കെ തൊലിയൊക്കെ തൊലിച്ച് കഴിഞ്ഞു. പിന്നെ സാധാരണ ഞാനിതൊക്കെ അമ്മേനെ ഏൽപ്പിക്കലാണ്. അമ്മയ്ക്ക് ഇന്ന് പകൽ കുറച്ച് പണിയൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അമ്മയ്ക്ക് വയ്യ. അമ്മ അപ്പം ഇങ്ങനെ സീരിയലില്ല എന്നാലും ഇങ്ങനെ പ്രോഗ്രാം എന്തൊക്കെയോ കണ്ടിരിക്കുകയാണ് അമ്മയും മീൻകുട്ടിയൊക്കെ. അതുകൊണ്ട് ഞാൻ ഒരു രസമല്ലേ, ബുദ്ധിമുട്ടാണെങ്കിൽ ഇങ്ങനെ എടുത്ത് കളയുമ്പോൾ ഒരു രസമാണ്, ഒരു കുഞ്ഞു കുഞ്ഞു സാധനമല്ലേ. അപ്പം ഞാൻ തന്നെ ഇങ്ങനെ എടുക്കാൻ നിന്നു. കഴിഞ്ഞു കേട്ടോ, ഏകദേശം 2-3 കൂടിയേ ഉള്ളൂ. ഇതിലേക്ക് മസാല ഇടുകയാണ്. ഞാൻ മസാല എല്ലാം കുറച്ച് കുറച്ച് എടുത്തിട്ടുണ്ട്. മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി ഇതെല്ലാം എടുത്തിട്ടുണ്ട്. പിന്നെ ഈ അരച്ച് വെച്ച സാധനം ഇതെല്ലാം കൂടി നമ്മളിട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. ഈ സാധനം മുഴുവൻ ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഈ മസാല ഞാൻ കൂടുതലാണെങ്കിലും വിചാരിച്ച് ആദ്യം ഇത്ര എടുക്കുന്നുണ്ട്, നോക്കിയിട്ട് എടുക്കാം. പിന്നെ ഇതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഇതെല്ലാം കൂടി നല്ലോണം മിക്സ് ചെയ്തെടുക്കാൻ പോകും. കിഴങ്ങ് 3 വിസിലാക്കിയത് കൊണ്ട് അങ്ങനെ ഉടയുന്നൊന്നുമില്ല കേട്ടോ. ഇതിലും കുറച്ചാൽ വെന്തിട്ടും ഉണ്ടാവില്ല. ഇത് വലിയ കുഴപ്പമില്ല, 3 വിസിന് ഓക്കെയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം. ആ ഉപ്പും മസാലയൊക്കെ എല്ലാ സ്ഥലത്തൊന്നും ആവട്ടെ. എന്നിട്ടൊരു 10-15 മിനിറ്റ് നമുക്ക് അങ്ങനെ തന്നെ വെക്കാം. നമ്മളൊരു 10-15 മിനിറ്റോളം അത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും ഞാനിതാ മീൻ വറുക്കാൻ വെച്ചിട്ട് 2 മീൻ ഉണ്ടായിരുന്നു. മുള്ളനാണ്, ഇന്നലെ വാങ്ങിയതിൻ്റെ ബാക്കി, അത് വറുക്കാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ചട്ടി ചൂടായിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഒരു ഷാലോ ഫ്രൈ പോലെയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എണ്ണ നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ. ഞാൻ ഈ കിഴങ്ങ് ഇതിലേക്ക് ഇടുകയാണ്. ഇതിന് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് അടിയിൽ പിടിക്കും കേട്ടോ. അപ്പം ഇങ്ങനെ ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ ഇരിക്കണം. സംഭവം കിഴങ്ങ് വെന്നിട്ടുണ്ട്, പക്ഷേ ഈ മസാലയൊക്കെ കൂടി അതിലായി ഒന്ന് റെഡിയായി വരുന്ന ആ ടൈമാണ് നമുക്ക് വേണ്ടി വരുന്നത്. കിഴങ്ങ് ഉടയാനും പാടില്ല. അപ്പോൾ കുറച്ച് കറിവേപ്പില ഇടുന്നുണ്ട് കേട്ടോ. അരയ്ക്കുമ്പോൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് ഇടുന്നുള്ളൂ. അത്യാവശ്യം ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഒന്ന് സിമ്മിൽ വെച്ചിട്ട്, വെള്ളമൊന്നും പ്രത്യേകിച്ച് ഒഴിച്ചിട്ടൊന്നുമില്ല, ഇതിങ്ങനെ അടച്ചു വെക്കാണ്. ഒരു 5 മിനിറ്റ് അങ്ങനെ തന്നെ ആവട്ടെ. കുറച്ച് നേരം ആയി കേട്ടോ, 5-6 മിനിറ്റ് ആയി. അപ്പോൾ ഞാനൊന്ന് ഇളക്കി കൊടുക്കട്ടെ. ഏകദേശം നമ്മുടെ ഏറ്റവും റെഡി ആയിട്ടുണ്ട്. ഒന്നുകൂടി തീ കൂട്ടി വെച്ചിട്ട് ഒന്നൊരു നല്ല ഫ്രൈ ആയി കിട്ടാൻ വേണ്ടി, തീ വെന്ത് കഴിഞ്ഞു ഇനി നല്ലപോലെ ഒന്ന് ഡ്രൈ ആയിട്ടൊക്കെ വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബേബി പൊട്ടാറ്റോ ഫ്രൈ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ മീൻ കുട്ടിക്കാണ്, നമ്മളെ ടെസ്റ്റർ. കുറച്ച് എരിവുണ്ട്. പിന്നെ ഞങ്ങളുടെ മണിക്കുട്ടി ഉണ്ട്, ഒക്കെ കൊടുക്കുന്നുണ്ട്. പിന്നെ കഴിച്ചു നോക്ക്, എന്നിട്ട് എടുത്തോ. പിന്നെ എങ്ങനെയുണ്ടെന്ന് ഇവരോട് വേണം അഭിപ്രായം ചോദിക്കാം. ഞാൻ എന്ത് സാധനം ഉണ്ടാക്കുകയാണെങ്കിൽ എൻ്റെ ഇടയ്ക്ക് കൂടി ടേസ്റ്റ് നോക്കി ഏകദേശം എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നില്ല, എന്തായാലും എനിക്ക് ഇഷ്ടപ്പെടും. ഈ സാധനം പിന്നെ രസം, സാമ്പാർ അങ്ങനത്തെ ഫുഡിനോടൊപ്പം കഴിക്കാൻ നല്ല ടേസ്റ്റ് ആട്ടോ. ഞാൻ അങ്ങനെയാണ് കഴിക്കല്, അതിനാണ് നല്ല മാച്ച് ആവുക. പിന്നെ രസമുണ്ട്, ഇതിനൊപ്പം രസമുണ്ട്. ഈ സാധനം രസമുണ്ടെന്ന് മീനോട്ടി പറഞ്ഞു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഇങ്ങനത്തെ സാധനം കിട്ടുമ്പോൾ എല്ലാവരും ഈ റെസിപ്പി ഉണ്ടാക്കി നോക്കുക. എല്ലാവരും നമ്മൾ കുറേ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഇതുപോലെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവരോടും ബൈ.